ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നമസ്കാരം, സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിലെ ദശകം 6, അതിലെ 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 6ാമത്തെ ദശകം മുഴുവനും ഭഗവാന്റെ ആ ഒരു വപുസ്സൽ, ശരീരത്തിൽ 14 ലോകങ്ങളെയും ദർശിക്കുന്ന കാഴ്ചകളാണ് മേൽപ്പത്തൂർ നമുക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഭാഗവതത്തിൻ്റെ തന്നെ ഒരു സംക്ഷിപ്ത രൂപമാണ് നാരായണീയം എന്ന് പറയുമ്പോഴും, നാരായണീയത്തിൽ ആ ഒരു ഒട്ടും ഭാഗവതത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ആ ഒരു മഹത്വം ഒട്ടും തന്നെ ചോർന്നു പോവാതെ നമുക്ക് നാരായണീയത്തിലൂടെ മേൽപ്പത്തൂർ തരുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത് ഓരോ പ്രളയത്തിന് ശേഷവും, ഓരോ ആത്യന്തിക പ്രളയം, ആ ഒരു പ്രളയത്തിന് ശേഷവും ഭഗവാൻ മാത്രം ഇവിടെ ഒരു പ്രകാശരൂപത്തിൽ പ്രകാശിച്ചു നിന്നു എന്നും അതിൽ നിന്ന് മഹത്വത്വമുണ്ടായി. പിന്നെ അതിൽ നിന്ന് ഇന്ദ്രിയ ഗണങ്ങളും അതുപോലെ അധിഷ്ഠാന ദേവതകളും ഒക്കെ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഭഗവാന്റെ ഓരോ അവയവങ്ങളും എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. മഹാതലം, തലാതലം, പാദങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞു പല ശ്ലോകങ്ങളിലായിട്ട്. പിന്നെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഭഗവാന്റെ വായ അത് അഗ്നിയാണ് എന്ന്. അപ്പോൾ ദേവന്മാർക്ക്, അപ്പോൾ നമ്മൾ യജ്ഞങ്ങളൊക്കെ നടത്തുമ്പോൾ ആ അർപ്പിക്കുന്ന ഹവിസ് എല്ലാ ദേവന്മാരിലും എത്തുന്നു. കാരണം ഭഗവാൻ ആണത് സ്വീകരിക്കുന്നത്. കാരണം അഗ്നിയിലേക്കാണല്ലോ ഹവിസ് സമർപ്പിക്കുന്നത്. ഇപ്പോൾ നെയ്യാണെങ്കിലും ആ ഒരു യജ്ഞ ഹോമം ഒക്കെ നടത്തുമ്പോൾ അർപ്പിക്കുന്ന ഹവിസ് അത് ആ അഗ്നിയിലേക്ക് അർപ്പിക്കുമ്പോൾ, അഗ്നി എന്ന് പറയുന്നത് ഭഗവാന്റെ വായയാണെന്ന് പറയുന്നു. അപ്പോൾ അത് ദേവന്മാരിലേക്ക് എത്തുന്നു. കാരണം ദേവന്മാർ ഭഗവാന്റെ ഭുജങ്ങളാണെന്ന് പറയും. അപ്പം നമ്മൾ ഈ ലോകത്ത് ഒരുപാട് ദേവന്മാരെക്കുറിച്ച് നമ്മളെ കഥകളും ഒക്കെ നമ്മൾക്കറിയാം. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു വലിയ പരമാത്മസ്വരൂപമായിട്ടുള്ള ഭഗവാൻ ഗുരുവായൂരപ്പന് എല്ലാ കാര്യവും നേരിട്ട് നടത്താൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു വലിയൊരു ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ MD അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന് നേരിട്ട് പോയിട്ട് ഓരോരോ കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പലതരത്തിലുള്ള ജോലിക്കാരുണ്ടാവും. ക്ലർക്ക് ഉണ്ടാവും, അക്കൗണ്ടൻ്റ് ഉണ്ടാവും, അതുപോലെ മാനേജർ ഉണ്ടാവും, ഇങ്ങനെയെല്ലാം ഉണ്ടാവും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഒരു ചീഫിൻ്റെ ആ ഒരു ജോലി ഭാരം കുറയ്ക്കാനാണ്. അതുപോലെയാണ് ഭഗവാന്റെ ജോലി ഭാരം കുറയ്ക്കാൻ പല ദേവതാ സങ്കല്പങ്ങൾ നമുക്കുണ്ട്. ഈ ദേവതകളെല്ലാം ഭഗവാന്റെ ഭുജങ്ങളാണെന്ന് പറയും. അപ്പോൾ മനുഷ്യർ പല ദേവതകളെ അവരവരുടെ അവരുടെ ഇച്ഛ അനുസരിച്ച് പല ദേവതകളെ ആരാധിക്കും. അതിനൊന്നും തെറ്റില്ല. കാരണം ഏത് ദേവതയും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഹിന്ദു സംസ്കാരവും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ദേവന്മാർ ഭഗവാന്റെ ഭുജങ്ങളാണെന്ന് പറയുമ്പോൾ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ഫലം നൽകുന്നത് ഭഗവാനാണ്. എന്നാൽ ദേവതകളിലൂടെയാണ് നൽകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗണപതിയെ പ്രാർത്ഥിച്ചു, ഗണപതിയോട് കുറേ കാര്യങ്ങൾ അഭ്യർത്ഥിച്ചു, നമുക്കതെല്ലാം കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് നൽകുന്നത് ഭഗവാനാണ്. ഭഗവാനിലൂടെയാണ് അത് ആ ദേവതകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കർമ്മഫലം നൽകുന്നത് ദേവന്മാരാണ്. എന്നാലും അത് ഭഗവാന്റെ ഭുജങ്ങളാണ് എല്ലാ ദേവന്മാരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ശ്ലോകം 7 ആണെന്ന് നമ്മൾ നോക്കുന്നു. ഒന്ന് വായിക്കാം. ശ്ലോകം 7. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഗണേശായ നമ സരസ്വതി നമ. പൃഷ്ടം അധർമ്മ ഇഹ ദേവ മനസ്സുതാംശൂർ അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിത് സമുദ്രനിവഹ വസനന്തു സന്ധ്യേഷേഭ പ്രജാപതിരസൗ വൃഷ്ണൗ ച മിത്രഃ. ഒരിക്കൽ കൂടെ വായിക്കാം. നാരായണീയം ദശകം 6 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കുന്നത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഗുരുഭ്യോ നമ. ശ്ലോകം 7. പൃഷ്ടം ത്വം അധർമ്മ ഇഹ ദേവ മനഃസുധാംശുർ അവ്യക്തമേവ
ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിസമുദ്രനിവഹ വസനം തു സന്ധ്യേ പ്രജാപതിർ അസൗ വൃഷ്ണൗ ച മിത്രഃ. എന്താ പറഞ്ഞതെന്ന് നോക്കാം. അതായത്, അല്ലയോ ഭഗവാനെ, ഭഗവാന്റെ പൃഷ്ഠഭാഗം അധർമ്മത്തെ കാണിക്കുന്നു എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധർമ്മം ഇങ്ങനെ എന്താ പറയുക, കൊടി കൊത്തി വാഴുകളെന്ന് പറയില്ലേ. ഇപ്പോൾ ശബരിമലയിൽ പോലും നമ്മൾ എത്രയും പരിഭാവനമായിട്ട് വിചാരിക്കുന്ന ആ ഒരു ക്ഷേത്രത്തിൽ പോലും കാണുന്ന അധർമ്മങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളേറ്റവും പാവനമായിട്ട് കാണുന്നു. അവിടെ പിന്നെ പൂജാരിമാരും ഒക്കെ അവരൊക്കെ വളരെ നല്ല കാര്യം ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ കള്ളത്തരവും അധർമ്മവും ഒക്കെ ഉള്ളത്. അപ്പോൾ എവിടെയൊക്കെ അധർമ്മമുണ്ടോ അവിടെ ഭഗവാൻ അവതരിച്ചിട്ടുണ്ടാവും. അത് കുറച്ച് വൈകിയാണെങ്കിലും അവിടെ ഭഗവാൻ അവതരിക്കുമെന്ന് ഭഗവാൻ ഗീതയിൽ 4ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന്. അപ്പോൾ ഭഗവാനെ അംബുജാക്ഷ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ പൃഷ്ഠഭാഗം അധർമ്മത്തെ കാണിക്കുന്നു. അപ്പോൾ അതുപോലെ മനസ്സ് അമൃതകിരണവും ഹൃദയമാകുന്ന അംബുജം എന്ന് പറയുന്നത് സത്വഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സാമ്യാവസ്ഥ, അതെല്ലാം സമമായി നിൽക്കുന്നു ഭഗവാനിൽ. മനുഷ്യരിലും മറ്റുള്ള ഇതിലൊക്കെയാണ് അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കാണുന്നത്. എന്നാൽ ഭഗവാനിൽ ഇതെല്ലാം സാമ്യാവസ്ഥയിൽ നിൽക്കുന്നു, ഈ ത്രിഗുണങ്ങൾ. ആ സാമ്യാവസ്ഥ മൂലം രുദ്ധവികാരയായ പ്രകൃതിയാണ്, അത് പ്രകൃതിയാണ്. അപ്പോൾ ഭഗവാന്റെ ഹൃദയം ആകുന്ന അംബുജം പ്രകൃതിയെ കാണിക്കുന്നു. അവിടെ വികാരങ്ങളില്ലാത്ത അവികാരിയായിട്ടുള്ള പ്രകൃതിയെ കാണിക്കുന്നു. ഭഗവാന്റെ കുക്ഷി എന്ന് പറയുന്നത് വയറ്, അത് സമുദ്രങ്ങളാണ് എന്ന് പറയുന്നു. അതുപോലെ പ്രഭാത സന്ധ്യ, സായം സന്ധ്യ, ഇത് ഭഗവാന്റെ വസ്ത്രങ്ങളാണ് എന്ന്. അതുപോലെ പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവ് ഭഗവാന്റെ ലിംഗഭാഗമാണ്. അതുപോലെ വൃഷ്ണങ്ങൾ സൂര്യനുമാണ് എന്ന് പറയുന്നു. അപ്പം ആ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ശ്ലോകം വായിക്കാം. പൃഷ്ടം ത്വം അധർമ്മൈഹദേവ മനസ്സുതാംശോർ അവ്യക്തമേവ ഹൃദയാംബുജമംബുജക്ഷ കുക്ഷിസമുദ്രനിവഹ വസനം തു സന്ധ്യേ ക്ഷേഭ പ്രജാപതിരസൗ വൃഷണം ച മിത്രഃ. ഇവിടെ എന്താ പറഞ്ഞത് നോക്കാം. ഹേ അംബുജാക്ഷ, താമരയിതൾ പോലുള്ള നയനങ്ങളുള്ള ഭഗവാനെ ദേവ എന്ന് ഭഗവാനെ വിളിക്കുന്നു. കാരണം സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്ന ലീലയിൽ ഭഗവാൻ വ്യാപൃതനായ ഭഗവാനെ പൃഷ്ടം തു അധർമ്മ, ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു പൃഷ്ഠഭാഗം, ബാക്ക് സൈഡ്, അത് അധർമ്മം തന്നെയാകുന്നു. മനഃ സുധാംശു, മനസ്സ് സുധയുടെ അംശു. സുധ എന്ന് പറയുമ്പോൾ അമൃതം, അമൃത കിരണം ആണ് എന്ന്. ഇനി ഹൃദയാംബുജം, ഹൃദയമാകുന്ന അംബുജം, അത് പിന്നെ അതാണ് ഹൃദയാംബുജം എന്ന് പറയുമ്പോൾ ഹൃദയമാകുന്ന താമര. അവ്യക്തം, സത്വരജസ് തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ മൂലം രുദ്ധവികാരിയായ പ്രകൃതിയിൽ വികാരങ്ങൾ ഇല്ല. കാരണം ഈ വികാരങ്ങളുള്ള മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, മനുഷ്യനാണല്ലോ ഒരുപാട് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ആ പ്രകടനമാണ് നമ്മളിന്ന് ഒരുപാട് സമൂഹത്തിൻ്റെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു രുദ്ധവികാരിയായ പ്രകൃതി എന്ന് പറയും, പ്രകൃതിയുടെ വികാരങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രകൃതിക്ക് വികാരങ്ങളില്ല. കാരണം എന്താണ്? സത്വരജസ് തമോ ഗുണങ്ങളുടെ അവസ്ഥ, ആ ഗുണങ്ങൾ തന്നെ സമമാണ്. അതിൻ്റെ ഏറ്റക്കുറിച്ചിൽ വരുമ്പോഴാണ് അവിടെ വികാര പ്രകടനങ്ങൾ വരുന്നത്. ഇനി അങ്ങനെയുള്ള പ്രകൃതി, അതാണ് ഹൃദയാംബുജം പ്രകൃതിയാണ് എന്ന്. അപ്പോൾ അവികാരിയായിട്ടുള്ള പ്രകൃതിയാണ്, പ്രകൃതിയെ കാണിക്കുന്നു ഭഗവാന്റെ ഹൃദയം, അതിൻ്റെ ഹൃദയമാകുന്ന ആ ഒരു താമര. ഇനി കുക്ഷി എന്ന് പറയുന്ന വയറ്, അത് സമുദ്രങ്ങളാണ്. അപ്പം നമ്മൾ സമുദ്രങ്ങളെ കാണുമ്പോൾ ഭഗവാന്റെ വയറാണ് ഓർക്കേണ്ടത്. അതുപോലെ തന്നെ വസനം വസ്ത്രമാകട്ടെ, ഭഗവാന്റെ വസ്ത്രങ്ങൾ 2 സന്ധ്യകളാണെന്ന്, പ്രഭാത സന്ധ്യയും സായം സന്ധ്യയും. ഇത് ഭഗവാന്റെ വസ്ത്രങ്ങളാണ്. അതാണ് ഭഗവാൻ വസ്ത്രങ്ങൾ മാറുന്നതാണ്, സന്ധ്യ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ
ശേഭ ലിംഗം, ഭഗവാന്റെ ലിംഗം എന്ന് പറയുന്നത് പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവാണ്. അതുപോലെ വൃഷ്ണങ്ങൾ 2 വൃഷ്ണങ്ങൾ സൂര്യൻ ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തും ഈ 14 ലോകങ്ങളും അതിലത്തെ വൈവിധ്യങ്ങളും ഒക്കെ ഭഗവാന്റെ ആ ഒരു ശരീരത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചം തന്നെ ഭഗവത് സ്വരൂപമാണ് എന്ന്. അത് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കൺഫ്യൂഷനും മാറും. അപ്പോൾ ഇന്ന് ഒരുപാട് കൺഫ്യൂഷനുണ്ട്. ഏത് ദേവതയെ പൂജിക്കണം, എങ്ങനെ പൂജിക്കണം, എന്ത് വഴിപാട് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഇതെല്ലാ കൺഫ്യൂഷനും അപ്പോൾ അവിടെ മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭഗവാന്റെ ശരീരം തന്നെ പ്രകൃതിയായിട്ടും പ്രപഞ്ചമായിട്ടും ആ ഒരു 14 ലോകങ്ങളും ഭഗവാനിൽ കാണാൻ, ഗുരുവായൂരപ്പനിൽ കാണാൻ നമുക്ക് കഴിയട്ടെ. അതുപോലെയല്ല ഈ ശ്ലോകം 7 വായിക്കാം. പൃഷ്ടം തു അധർമ്മൈഹ ദേവ മനസ്സുതാംശോരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിത് സമുദ്രനിവഹാവസനം തു സന്ധ്യേഷേഭ പ്രജാപതിരസൗ വൃഷണാവച്ച മിത്ര. അപ്പോൾ ഈ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഹരേ കൃഷ്ണ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.